ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കോസ്റ്റ് ഓഡിറ്റിങ്ങിനകത്തുള്ള പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ആവശ്യപ്പെട്ടത്. തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ ഈ പ്രാക്ടിക്കൽ ആയിട്ട്, അത് തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്നോർമൽ ഇവന്റ്സ് സച്ച് ആസ് സ്ട്രൈക്ക്, ലോക്ക്ഔട്ട് ആൻഡ് അനദർ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഫാക്ടറിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ഇവന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ, ഈ പറയുന്ന പോലെ സ്ട്രൈക്കോ ലോക്ക്ഔട്ടോ അതുപോലുള്ള ഏതെങ്കിലും ഒരു അബ്നോർമൽ ഇവന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ, ആ അബ്നോർമൽ ഇവന്റ്സ് കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ, അതായത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സ്ട്രൈക്കോ ലോക്ക്ഔട്ടോ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അല്ലെ. കാരണം എന്താ, കോസ്റ്റ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻടു ടു: വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ യൂണിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വരുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് ആണ്. ഇത് നമ്മൾ ഡിഗ്രി തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് 12 മാസം വരുന്ന ഒരു വർഷത്തിൽ 3 മാസം സ്ട്രൈക്കോ ലോക്ക്ഔട്ടോ ആണെന്ന് വിചാരിക്കുക. സോ ഈ 3 മാസത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന അബ്നോർമൽ കോസ്റ്റിനെ, അത് നോർമൽ കോസ്റ്റ് അല്ല, അത് അബ്നോർമൽ ആണ്, അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, സിറ്റുവേഷൻ മനസ്സിലായി. സോ ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രമാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വൺസ് അഗൈൻ, എങ്ങനെയായിരുന്നു സ്ട്രൈക്ക്, ലോക്ക്ഔട്ട് തുടങ്ങിയ ഏതെങ്കിലും സാഹചര്യത്താൽ നമ്മുടെ ഫാക്ടറി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, ആ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫിക്സഡ് കോസ്റ്റുകളെ, അവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവില്ല. കാരണം എന്താ, ഫാക്ടറി റണ്ണിംഗ് അല്ല, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ അല്ല. സോ അവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. സോ ആ സ്ട്രൈക്കിന്റെ പീരീഡിനകത്ത് വരുന്ന ഫിക്സഡ് കോസ്റ്റുകളെ നമ്മൾ അബ്നോർമൽ ലോസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കേ, ആസ് ഫോർ CAS number 6, the cost accounting standards on material cost, any abnormal cost shall be excluded from the material cost. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന ഇങ്ങനെ സ്ട്രൈക്കോ ലോക്ക്ഔട്ടോ തുടങ്ങിയിട്ടുള്ള അബ്നോർമൽ ഇവന്റ് കാരണം ഉണ്ടാകുന്ന അബ്നോർമൽ കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയലിന്റെ കോസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. So the cost of abnormal events such as strike, lockout and other factors are not included in the cost. മനസ്സിലായി? സാധാരണ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഇങ്ങനെ പറയുന്നത് പോലെ ഒരു വർഷത്തെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ ചെയ്യും, അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന നമ്പർ കിട്ടും. അങ്ങനെയല്ലേ? സോ ഇവിടെ നോക്കിയേ, ഈ ടോട്ടൽ കോസ്റ്റിനകത്ത് നമുക്ക് ഉണ്ടാവുന്ന വേരിയബിൾ കോസ്റ്റ് വരും, ഫിക്സഡ് കോസ്റ്റ് വരും. ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമുള്ളതാണെങ്കിൽ, ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 12 മന്ത്സിലെ 9 മന്ത്സ് മാത്രമേ ഫാക്ടറി വർക്ക് ചെയ്തുള്ളൂ, 3 മന്ത്സ് ലോക്ക്ഔട്ട് ആയിരുന്നു വിചാരിക്കും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 9 മന്ത്സിലോട്ട് മാത്രമേ വരൂ, കാരണം ആ മാസങ്ങളിൽ മാത്രമേ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളൂ. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് 12 മാസവും വരും, അല്ലെ. അതായത് ഈ പറയുന്ന പോലെ ഷട്ട് ഡൗൺ ആണെങ്കിൽ പോലും ആ ഫിക്സഡ് കോസ്റ്റുകൾ ഉണ്ടാവും. സോ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന ഫിക്സഡ് കോസ്റ്റുകളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ ഫിക്സഡ് കോസ്റ്റുകൾ എന്ന് പറയുന്നത് എത്ര മാസം മാത്രമേ എടുക്കാവൂ, 9 മാസം മാത്രമേ എടുക്കാവൂ. ഇവിടെ എന്ത് ചെയ്യുന്നത്, 12 മാസം ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? നമുക്കതൊരു ഒരു മെറ്റീരിയലിനകത്ത് രണ്ട് പ്രോബ്ലം ഉള്ളൂ, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം, പിന്നെ ഒരു തിയറി ക്വസ്റ്റ്യൻ പോലെയാണ്. നമുക്ക് രണ്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇവിടെ നോക്കിയേ, മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെയാണ്. There is a strike from 30/9/2017 to 16/11/2017. 13/9/2017 തൊട്ട് 16/3/2017 വരെ നമുക്ക് സ്ട്രൈക്ക് ആയിരുന്നു. The company of which you are the cost auditor for the year ending 31st March 2008. Okay, although the company began working from എപ്പോഴാണ്, 17/11/2017 തൊട്ടാണ് കമ്പനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇത് കണ്ടോ, 16/11/2017 കഴിഞ്ഞിട്ട് 17/11/2017 തൊട്ടാണ് കമ്പനി വർക്ക് ചെയ്യാൻ പോകുന്നത്. The production would effectively begin. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും മാത്രമാണ്, 5/12/2017 വരെ. അതായത് 5/12/2017 തൊട്ടാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. The expenses incurred during the year, അതായത് 2018 എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കി, ആ പീരീഡ് ഓഫ് ടേമിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേ പറ്റും. ഒന്ന് സ്ട്രൈക്കുള്ള പീരീഡ്, എത്ര, 13/9/2017 തൊട്ട് 16/3/2017 വരെ സ്ട്രൈക്ക് ആയിരുന്നു. 17-ാം തീയതി സ്ട്രൈക്ക് തീർന്നു. പക്ഷേ കമ്പനി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എപ്പോൾ മാത്രം, അടുത്ത മാസം 5-ാം തീയതി തൊട്ട് മാത്രമാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 3 ഡേറ്റുകൾ ഓർത്തിരിക്കട്ടെ. ഓക്കെ, കമ്പനിക്കകത്തുണ്ടായിരുന്ന ടോട്ടൽ എക്സ്പെൻസുകളെ കുറിച്ച് തന്നിട്ടുണ്ട്. അതായത് 2018 അവസാനിക്കുന്ന കഴിഞ്ഞ വർഷത്തെ 2017-18 എന്ന് പറയുന്ന വർഷത്തെ ടോട്ടൽ എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ, സാലറീസ് ആൻഡ് വേജസ് 450, ആൻഡ് സാലറീസ് ആൻഡ് വേജസ് ഇൻഡയറക്റ്റ് 300, പവർ വേരിയബിൾ 180. കേട്ടോ, പവർ വേരിയബിൾ. സോ ബാലൻസ് എല്ലാം എന്തായിരിക്കും, ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. പവർ മാത്രമാണ് നമുക്ക് വേരിയബിൾ ആയിട്ട് പറഞ്ഞത്, എത്രയാ, 180. ആൻഡ് ഡിപ്രീസിയേഷൻ
again fixed ആണ് 270 and other fixed expenses 360. സിറ്റുവേഷൻ മനസ്സിലായി എന്തായിരുന്നു കണ്ടോ സാലറീസ് ആൻഡ് വേജസ് ഡയറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഫിക്സഡ് ആണ് കാരണം പവർ മാത്രമാണ് വേരിയബിൾ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആയിരിക്കും അതർ ഫിക്സഡ് എക്സ്പെൻസസ് 360 ഇത്രയും കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ കോസ്റ്റ് ആട്ടോ അത് ഈ പറയുന്ന പോലെ ലോക്ക്ഡൌൺ ഉണ്ടോ ഇല്ലയോ എന്നല്ല കഴിഞ്ഞ 12 മാസത്തെ ടോട്ടൽ എക്സ്പെൻസുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് and okay detailed examination of the records reveals that above the following related to 13/9/2017 തൊട്ട് 16/3/2017 വരെയുള്ള കാലഘട്ടം 13 തൊട്ട് 16 വരെ ഏത് തന്നെയാണ് ഈ ലോക്ക്ഔട്ട് ഉണ്ടായിരിക്കുന്ന സമയത്തുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ പിന്നെയും ഒരു പ്രശ്നം വരുന്നത് ലോക്ക്ഔട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നത് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചല്ല പറയുന്നത് ഈ ലോക്ക്ഔട്ടിന്റെ സമയത്ത് എത്രയൊക്കെ വരുന്നത് നോക്കി 105 രൂപ ഈ പറയുന്ന പോലെ സാലറീസ് ആൻഡ് വേജസ് വരും ആൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 90 രൂപ വരും അതർ ഫിക്സഡ് എക്സ്പെൻസസ് ആയിട്ട് 135 രൂപ വരും ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ എങ്ങനെയായിരുന്നു ഇത് ടോട്ടൽ 365 ഡേയ്സിന്റെ ആണ് ഈ കണക്ക് നമുക്ക് തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കണക്കിനകത്ത് 180 എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ് അത് ഉറപ്പായിട്ടും എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന സ്ട്രൈക്കോ ലോക്ക്ഔട്ടോ നടക്കാത്ത ടൈമിൽ മാത്രമേ ഉണ്ടാവൂ അല്ലേ ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ലോക്ക്ഔട്ടിന്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റുകളെ കുറിച്ചാണ് അത് അബ്നോർമൽ കോസ്റ്റ് ആണ് നമ്മൾ അതിന് വേണ്ടത് വെക്കണം എത്രയൊക്കെയാ 105 90 35 സോ ഇവിടെ നോക്കി ഈ ഒരു പീരീഡിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 17/11/2017 അതായത് 16/11 വരെയാണ് എന്തുണ്ടായത് ലോക്ക്ഔട്ട് ഉണ്ടായത് സോ 17-ാം തീയതി അല്ല പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 5-ാം തീയതി തൊട്ടാണ് അല്ലേ സോ ഈ കോസ്റ്റിനകത്ത് അതിലെ കോസ്റ്റ് കൂടെ ഉണ്ടാവും നമുക്ക് നോക്കാം and calculate the amount which in your opinion should be treated as abnormal and exclusion from the production cost അതായത് ഇതിനകത്ത് ഏതിനെയാണ് നമുക്ക് ഈ പറയുന്ന അബ്നോർമൽ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം ഓക്കേ ടോട്ടൽ ഞാൻ ആ പീരീഡിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടോട്ടൽ 365 ഡേയ്സ് ഉണ്ടായിരുന്നു ആ 365 ഡേയ്സിനകത്ത് ലോക്ക്ഡൗൺ വരുന്നത് ലോക്ക്ഡൗൺ അല്ല ലോക്ക്ഔട്ട് വരുന്നത് ഈ പറയുന്ന 60 ഡേയ്സ് ആണ് 65 ഡേയ്സ് ആണ് ബാലൻസ് 300 ഡേയ്സ് വരും അല്ലേ ആ 300 ഡേയ്സിനകത്ത് again ഒരു 18 ഡേയ്സ് എന്ന് പറയുന്നത് എപ്പോഴത്തെയാണ് 80 ഡേയ്സ് എന്ന് പറയുന്നത് എപ്പോഴത്തെയാണ് അതായത് ഈ 300 ഡേയ്സിനകത്ത് 80 ഡേയ്സ് എന്ന് പറയുന്നത് ഈ ലോക്ക്ഔട്ട് തീർന്നു പക്ഷേ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് again 80 ഡേയ്സ് എടുത്തു ആ ടൈമിൽ ഉണ്ടാകുന്ന കോസ്റ്റും അബ്നോർമൽ ആണ് ലോക്ക്ഡൗൺ തീർന്നു ലോക്ക്ഡൗൺ അല്ല ലോക്ക്ഔട്ട് തീർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോക്ക്ഔട്ട് തീർന്നിട്ട് ആ പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റും അല്ലെങ്കിൽ ആ പറയുന്ന 80 ഡേയ്സിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനായിരിക്കും അബ്നോർമൽ കോസ്റ്റ് തന്നെ സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ അബ്നോർമൽ കോസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ നോക്കി ടോട്ടൽ എക്സ്പെൻസസ് അതായത് 1560 രൂപയാണ് ടോട്ടൽ ഇൻക്ലൂഡിംഗ് വേരിയബിൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസ് അതിനകത്ത് 180 എന്ന് പറയുന്നത് പവർ ആണ് ഓക്കേ ആ പവറിന് 180 നമുക്ക് വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത് മൈനസ് ചെയ്യാം സോ ബാലൻസ് ഈ 12 മാസത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും 1380 വരും 12 മാസത്തെയാണ് വേണ്ട നമുക്ക് ദിവസം നോക്കാം 365 ദിവസത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും 380 വരും അതിനകത്ത് ആ പീരീഡിനകത്ത് ഏതാ ആ സ്ട്രൈക്കിന്റെ പീരീഡിനകത്തുള്ള ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് 330 ആണ് ആ സ്ട്രൈക്കിന്റെ പീരീഡിനകത്ത് വരുന്ന കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് അത് തീർച്ചയായിട്ടും ഏത് തന്നെയായിരിക്കും അബ്നോർമൽ തന്നെയായിരിക്കും ഓക്കേ ആൻഡ് ഇവിടെ നോക്കിയേ ഫിക്സഡ് എക്സ്പെൻസസ് ഡ്യൂറിംഗ് നോൺ സ്ട്രൈക്ക് പീരീഡ് 1050 രൂപയാണ് ഫിക്സഡ് എക്സ്പെൻസസ് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏത് മാത്രം മതി ഈ സ്ട്രൈക്കിന്റെ ലോക്ക്ഔട്ടിന്റെ സമയത്ത് മാത്രം മതി അതായത് ഈ പറഞ്ഞിരിക്കുന്ന 65 ഡേയ്സിനകത്ത് നമുക്ക് എത്ര 330 രൂപ എക്സ്പെൻസ് ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന 18 ഡേയ്സിൽ എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലേ ഈ പറയുന്ന 18 ഡേയ്സിൽ എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഓക്കേ അതായത് കണ്ടോ ടോട്ടൽ എക്സ്പെൻസസ് ഡ്യൂറിംഗ് നോൺ സ്ട്രൈക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 365 മൈനസ് 65 ആ 300 ഡേയ്സിനകത്തുള്ള 300 ഡേയ്സിനകത്തുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 1050 ആണ് ആ 300 ഡേയ്സിനകത്ത് 18 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പ്രൊഡക്ഷൻ റൺ ചെയ്തിട്ടില്ല ആ 18 ഡേയ്സ് പ്രൊഡക്ഷൻ റൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ 18 ഡേയ്സിന്റെ കോസ്റ്റ് കൂടെ നമ്മൾ ഇവിടെ ട്രീറ്റ് ചെയ്യും that means okay the fixed expenses are attributable to 18 days okay എത്ര വരും ടോട്ടൽ 1050 ആണ് അതായത് 1050 ആണ് 300 ഡേയ്സിന്റെ into 18 divided by 300 18 divided by 300 means total 300 ദിവസത്തിലെ 18 ദിവസം ഓക്കേ അത് എത്ര വരും 63 lakhs വരും മനസ്സിലായോ സോ ആ ലോക്ക്ഔട്ടിന്റെ സമയത്തുള്ള 330 യുടെ കൂടെ ഈ ലോക്ക്ഡൗൺ ഈ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ റൺ ചെയ്യാൻ
അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള 63 lakhs കൂടെ എത്ര ദിവസമാണ് 80 ഡേയ്സിൽ 63 lakhs കൂടെ വരും. That means total നമുക്ക് എത്രയാ 393 lakhs ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത് abnormal loss ആയിട്ട് വരുന്നത്. Therefore, okay, hence 393 lakhs to be treated as abnormal cost and should be excluded from the production cost. So, our total cost നകത്ത് ഈ പറയുന്ന 393 lakhs എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യും. Okay, production ഒന്നും വേണ്ട. സിറ്റുവേഷൻ മനസ്സിലായോ? ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത ഇത്രേ ഉള്ളൂ. ഈ സ്ട്രൈക്ക് തീർന്നതിന് ശേഷം പിറ്റേ ദിവസം തൊട്ടാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നില്ല. സോ ആ സ്ട്രൈക്ക് തീർന്ന ദിവസം തൊട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ 18 ഡേയ്സ് ഉണ്ട്. മനസ്സിലായോ? ടോട്ടൽ 365 ഡേയ്സ് ഉണ്ട്. അതിനകത്ത് 65 ഡേയ്സ് ഇതായിരുന്നു സ്ട്രൈക്ക് ആയിരുന്നു. ബാലൻസ് 300 ഡേയ്സ് ഉണ്ട്. ആ 300 ഡേയ്സിനകത്തുള്ള 18 ഡേയ്സിന്റെ കോസ്റ്റ് കൂടെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അബ്നോർമൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള തിയറി ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. Okay, you are the internal audit of Arena Manufacturing Limited. The managing director has asked you to inquire into the cause of abnormal wastage of raw material during the month of April. April ഉണ്ടാവാൻ സാധ്യതയാണ്, അല്ലെങ്കിൽ ഏപ്രിൽ ഉണ്ടായിരിക്കുന്ന abnormal wastage-നെ കുറിച്ച് നിങ്ങളോട് സ്റ്റഡി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The wastage percentage from the last few months are, okay, ഇവിടെ ജനുവരിയിൽ 1.3 ഉള്ളൂ wastage and ഫെബ്രുവരിയിൽ 1.1% ഉള്ളൂ, മാർച്ചിൽ 1.3 ഉള്ളൂ. പക്ഷെ ഏപ്രിൽ നോക്കി ഭയങ്കര ഹൈയാണ്, 3 ഇരട്ടിയാണ് അല്ലെ? കഴിഞ്ഞ 3 മാസത്തിൽ ഉണ്ടായിരിക്കുന്ന വേസ്റ്റേജിനേക്കാൾ 3 ഇരട്ടിയാണ്. 3.9 ആണ് നമുക്ക് ഏപ്രിൽ ഉണ്ടായിരിക്കുന്ന വേസ്റ്റേജ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നിങ്ങളൊരു കോസ്റ്റ് ഓഡിറ്റർ ആണ്, നിങ്ങളുടെ ഒരു മാനേജ്മെന്റ് ടീം ഓക്കെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറയാം. നിങ്ങളൊരു കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് ചിന്തിക്കുക. നിങ്ങളൊരു കമ്പനിയുടെ കോസ്റ്റ് ഓഡിറ്റർ ആണ്, ആ കമ്പനിക്കകത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മാസം ഏപ്രിൽ എന്ന് പറയുന്ന മാസം ഭയങ്കര ഹൈ ആയിട്ട് വേസ്റ്റേജ് ഉണ്ടായി. സോ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. ദ ജനറൽ, ഓക്കെ, നിങ്ങളൊരു കോസ്റ്റ് ഓഡിറ്റർ ആണ്. ജനറലി ഓക്കെ, പ്രൊക്യൂർമെന്റ് ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് ഈ പറയുന്ന റോ മെറ്റീരിയൽസിന്റെ ഒരു പ്രൊക്യൂർ ലിസ്റ്റ് ഒപ്പിക്കുക. അതായത് എവിടുന്നാണ് വാങ്ങിച്ചത്, എത്ര ക്വാണ്ടിറ്റി ആണ് വാങ്ങിച്ചത്, അത് എപ്പോഴാണ് വാങ്ങിച്ചത് എന്നുള്ള ടോട്ടൽ ലിസ്റ്റ് നമുക്ക് ഒപ്പിക്കുക. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഏപ്രിൽ ഉണ്ടായിരിക്കുന്ന ആ 3 ഇരട്ടി വരുന്ന വേസ്റ്റേജ് എവിടുന്നാണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. മനസ്സിലായോ? അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കണേ. ഫസ്റ്റ് വൺ പറയുന്നത് ഈ പറയുന്ന റോ മെറ്റീരിയൽസിന്റെ ഒരു പ്രൊക്യൂർ ലിസ്റ്റ് നമ്മൾ ഒപ്പിക്കുക. Okay, and the second one, enquire whether there is any change in which will affect material wastage. മെറ്റീരിയൽ വേസ്റ്റേജ് മാറാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സാധ്യതകൾ കമ്പനിക്കകത്തുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? അത് എന്ത് വേണമെങ്കിലും, ഇപ്പൊ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മളിപ്പോ പർച്ചേസ് ചെയ്ത സ്ഥലമാണോ, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണോ, അങ്ങനെ എന്ത് വേണമെങ്കിലും മീൻസ് ഈ പറയുന്ന മെറ്റീരിയൽ വേസ്റ്റേജ് കൂടാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. And third one, enquire whether any new production line was taken up during the month of April in respect of which standard input output ratio is set to be set. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് പുതിയ പ്രൊഡക്ഷൻ ലൈൻ വല്ലതും നമ്മൾ ഏപ്രിലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഒരു പ്രൊഡക്ഷൻ ലൈനൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ ഒരു എക്സ്പീരിയൻസ് ഏതിനകത്ത് ഉണ്ടാവില്ല, ഈ പറയുന്ന പുതിയ പ്രൊഡക്ഷൻ ലൈനകത്ത് ഉണ്ടാവില്ല. സോ തീർച്ചയായിട്ടും അവിടെ എന്ത് കൂടാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന വേസ്റ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഏപ്രിലിനകത്ത് ഉണ്ടാവുന്ന ആ 3 ഇരട്ടി വേസ്റ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനറലി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന റോ മെറ്റീരിയലിന്റെ ഒരു പ്രൊക്യൂർമെന്റ് ലിസ്റ്റ് എടുക്കുക. ആൻഡ് സെക്കൻഡ് വൺ, ഏതെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേസ്റ്റേജ് കൂടാനുള്ള ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഏത് മാസത്തെ? ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ 4 മാസത്തെ കൂടെ എടുത്ത് നോക്കിയിട്ട് ആ ബാക്കിയുള്ള 3 മാസത്തിൽ നിന്ന് 4ാമത്തെ മാസമായിട്ടുള്ള ഏപ്രിലിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. Okay, and the third one, ഈ പറയുന്ന പോലെ പുതിയ പ്രൊഡക്ഷൻ ലൈൻ വല്ലതും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായി? ഇതെല്ലാം ഒരു ജനറൽ ചെക്കപ്പ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പറയുന്നത് വേസ്റ്റേജ് ഫിഗേഴ്സ്. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് കൺസംപ്ഷൻ ഫിഗേഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന്റെ ഒരു കൺസംപ്ഷൻ ലിസ്റ്റ് എടുക്കുക. ഒബ്റ്റെയിൻ ദ സ്റ്റാൻഡേർഡ് കൺസംപ്ഷൻ ഫിഗർ ആൻഡ് അസംബിൾ ദ ബേസിസ് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് നോർമൽ വേസ്റ്റേജ് ഫിഗേഴ്സ്. Okay, and the second one, examine whether the basis adopted for the wastage calculation for the month of April is the same as adopted the other 3 months. അതായത് വേസ്റ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിലിൽ ഒരേപോലെയാണോ എന്ന് നോക്കുക. ഏപ്രിൽ മാത്രം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണം വേസ്റ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. See the breakup of normal wastage. ഓക്കെ, അതായത് സാധാരണ നമുക്കൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന സമയം വരെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നോർമൽ വേസ്റ്റേജിന്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ ട്രാൻസിറ്റിന്റെ സമയത്ത് വേസ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോറേജിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഹാൻഡ്ലിംഗിന്റെ സമയത്ത്, അല്ലെങ്കിൽ പ്രോസസ്സിംഗിന്റെ സമയത്ത്. ഇങ്ങനെ 4 ഏരിയയിലാണ് നമുക്ക് എന്തുണ്ടാവാനുള്ള സാധ്യത? വേസ്റ്റേജ് കയറി വരാനുള്ള സാധ്യത ഉണ്ടാവും.
മനസ്സിലായോ? സോ അതിന്റെ ബ്രേക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ജാനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലെയും പോലെ തന്നെയാണ് ഏപ്രിലും എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതേ റേഷ്യോയിലും അല്ലെങ്കിൽ അതേ പെർസെന്റേജിൽ തന്നെയാണോ എന്ന് നോക്കാം. And obtain a statement showing the breakup of wastage figures. അതായത് മുകളിലുള്ളതിന്റെ breakup ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുക and 4 months under review and compare the result and the analysis of each 4 months. That means ഒരു മാസത്തെ അല്ല 4 മാസത്തെ ആ breakup എടുക്കുക നോർമൽ വേസ്റ്റേജിന്റെ, എന്നിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് ഏപ്രിൽ എങ്ങനെയാണ് വേസ്റ്റേജ് കൂടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? And the consumption records. Okay, examine following to find out the material variance or deviation in any purchase of various lots. Okay, and the second one, identification of each lot with the actual material consumption. That means purchase of various lots. Okay, ഓരോ lots നമുക്ക് എന്ത് ചെയ്യാം, ഈ consumption record ആണ് നമ്മൾ നോക്കണേ. So ഓരോ lots നമുക്ക് examine ചെയ്യാം and identification of each lot with actual material consumption. ഓരോ ലോട്ടിന്റെയും actual consumption ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, compare ചെയ്യാം, identify ചെയ്യാം and ascertain the actual wastage figures. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും, actual wastage figures ചെക്ക് ചെയ്യാൻ പറ്റും. Okay, and last one, abnormal process loss. Okay, the first one, material quality check ചെയ്യാം. അതായത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള മെറ്റീരിയൽ വേസ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ മെറ്റീരിയൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. and the second one, മെഷീന്റെ യൂട്ടിലൈസേഷൻ ചെക്ക് ചെയ്യാം and inspection. ഓക്കെ, ഓരോ ഒരു പ്രോസസ് ആണെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത ഇന്റർവെൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ പറയുന്ന പ്രോസസ്സുകളെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. സോ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്യാം and ഓൾഡ് ലോട്ട് കൺസംപ്ഷൻ. ചിലപ്പോൾ ഏപ്രിലിനകത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത് ഓൾഡ് ലോട്ട് എടുത്തിട്ടായിരിക്കും. ഈ ലോട്ട് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചു വെച്ച് സ്റ്റോർ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ചിലപ്പോൾ ഏപ്രിലിൽ ഇപ്പൊ നമ്മൾ ജനുവരിയിൽ ബൾക്കായിട്ട് വാങ്ങിച്ചതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത കൂടെ ഇല്ലേ. നമ്മുടെ റോ മെറ്റീരിയൽ ജാനുവരിയിൽ ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തായിരിക്കാം. സോ ജാനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് ഏപ്രിലും അതേ റോ മെറ്റീരിയൽ എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വേസ്റ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ പ്രോസസിംഗിനകത്ത് ഉണ്ടാകുന്ന സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. മെറ്റീരിയലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ചിൽ എടുത്തിരിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണോ ഏപ്രിലിൽ എടുത്ത് പ്രോസസ് ചെയ്തിരിക്കുന്നത് നോക്കുക. ആൻഡ് മെഷീൻ യൂട്ടിലൈസേഷൻ. ഓക്കെ, ആ മെഷീന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ മെഷീന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യുക. ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഓൾഡ് ലോട്ട് കൺസംപ്ഷൻ, അതായത് ഏപ്രിലിൽ എടുത്തിരിക്കുന്നത് പഴയ ലോട്ട് റോ മെറ്റീരിയൽ അല്ല എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ദ പ്രീവിയസ് പീരീഡ് കമ്പാരിസൺ, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ജാനുവരി ഫെബ്രുവരി മാർച്ച് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അബ്നോർമൽ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. അതായത് അബ്നോർമൽ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ഇവിടെ നോക്കി, നമ്മൾ ഓരോ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വേസ്റ്റേജ് എന്ന് പറയുന്ന എലമെന്റ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് റൈറ്റ് ഓഫ് ഓൺ അക്കൗണ്ട് ഓഫ് റീകൺസിലിയേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ബുക്ക് സ്റ്റോക്സ്. അതായത് റീകൺസിലിയേഷൻ ഉണ്ടാക്കുക ഏതുമായിട്ട്, ഈ ഫിസിക്കൽ സ്റ്റോക്കും ബുക്ക് സ്റ്റോക്കുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ ഉണ്ടാക്കുക. റോ മെറ്റീരിയലിന്റെ ഫിസിക്കൽ സ്റ്റോക്കും ബുക്ക് സ്റ്റോക്കുമായിട്ടുള്ള ഒരു reconciliation ഉണ്ടാക്കുക. In case of periodical physical stock taking, such a write-off will be reflected only in the month in which a reconciliation takes place. മനസ്സിലായോ? അതായത് എപ്പോഴാണോ നമുക്ക് അങ്ങനെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാക്കുന്നത് ആ മാസത്തിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രതിഫലിക്കുള്ളൂ. And the second one, accidentally theft or fire losses in storage, the auditor should examine such a possibility. അതായത് ഈ പറയുന്നത് പോലെ ആക്സിഡന്റലോ തെഫ്റ്റോ ഫയർ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോറേജ് ലോസ് കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ കഷ്ടകാലത്ത് ഏപ്രിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഏപ്രിലാണോ എന്ന് ചെക്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലോ? സോ ഇവിടെ എന്തൊക്കെയായിരുന്നു, നോർമൽ ആൻഡ് ഹാൻഡ്ലിംഗ് ലോസ് എന്നുള്ള സാധനം നോക്കുക. അതായത് ബുക്കിനകത്തുള്ള സ്റ്റോക്കും ഓക്കെ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് റീകൺസിൽ ചെയ്യുക. അത് ഏത് മാസമാണോ റീകൺസിൽ ചെയ്യുന്നത് ആ മാസം മാത്രമാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് എഴുതി വെക്കുന്നത്. ഓക്കെ, സപ്പോസ് അത് ഏപ്രിൽ ആണെങ്കിൽ ഇതിന്റെ വേസ്റ്റേജിന്റെ ഒരു എഫക്റ്റും കൂടെ ഏപ്രിലിനകത്ത് വരും. സോ അതുകൊണ്ടാണോ ഏപ്രിൽ വേസ്റ്റേജ് കൂടി എന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ, ഈ പറയുന്ന പോലെ തെഫ്റ്റോ ആക്സിഡന്റോ ഈ വക സാധനങ്ങൾ എന്തെങ്കിലും എപ്പോഴാണ് ഏപ്രിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന അബ്നോർമൽ ലോസ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ CA6 മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായി? നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് റേഷ്യോ അനാലിസിസ് ആണ്, അത് ഇന്റർമീഡിയറ്റിന്റെ അതേ ടോപ്പിക് ആണ്. ഞാൻ അതിന്റെ ക്ലാസ്സിൽ നമുക്ക് ഷെയർ ചെയ്തു തരാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.